ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡൊമിനിയോ ദീപക്സ്. ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് കരമനയിലുള്ള മട്ടൺ പ്രേമികളുടെ ഒരു ഇഷ്ട താവളത്തിലോട്ടാണ്. അതായത് നമ്മുടെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് ഒക്കെ ലഭിക്കുന്നതിന് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന കരമനയിലുള്ള കൊച്ചണ്ണൻ സാഹിബ്സ് റെസ്റ്റോറൻറ്റ് മട്ടൺ വളരെ ഫേമസ് ആണ്. അപ്പൊ നമുക്കിന്ന് ആ കൊച്ചണ്ണൻ സാഹിബ് റെസ്റ്റോറൻറ്റിന്റെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. ട്രിവാൻഡ്രത്ത് കരമന ജംഗ്ഷനിൽ തന്നെയാണ് ഈ മട്ടണിന് വളരെയധികം ഫേമസ് ആയിട്ടുള്ള കൊച്ചണ്ണൻ സാഹിബ്സ് റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ശരിക്കും 1946 സ്റ്റാർട്ട് ചെയ്തത്. വളരെ ചെറിയ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഒരുപാട് സീറ്റിംഗ് കപ്പാസിറ്റി ഒന്നുമില്ല. താഴത്തെ നിലയിലും മുകളിലത്തെ നിലയിലുമായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10, 35, 40 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. മട്ടൺ വിഭവങ്ങൾ മാത്രം സെർവ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. അതുപോലെ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മീൽസും മട്ടണും കിട്ടും. അതുപോലെ ബിരിയാണി, നെയ്ച്ചോറൊക്കെ അവൈലബിൾ ആണ്. പിന്നെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമുക്ക് പലഹാരങ്ങൾ അതിൻ്റെ കൂടെ മട്ടൺ കിട്ടും. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇവിടെ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഇവരുടെ ആ ഒരു സൂപ്പ് കഴിക്കാതെ ഞാൻ മറ്റ് ഭക്ഷണമൊന്നും കഴിക്കാറില്ല. ഒരുപാട് മസാല അല്ലെങ്കിൽ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യാതെ ആ മട്ടൺ ഇട്ട് തന്നെ വേവിച്ച് ആ തനതായിട്ടുള്ള ഒരു ശൈലിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സൂപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വീടുകളിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സൂപ്പിൻ്റെ ടേസ്റ്റ് ഇല്ലേ, അതുപോലത്തെ ആ ഒരു മട്ടൺ സൂപ്പിൻ്റെ ടേസ്റ്റാണ് ശരിക്കും ഈ റെസ്റ്റോറൻറ്റിലെ ഈ സൂപ്പിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൂപ്പിന് ഭയങ്കര ഡിമാൻഡുമാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സൂപ്പ് ട്രൈ ചെയ്യാറുണ്ട്. ഞാനും അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഈ ഒരു സൂപ്പ് ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇവിടെ കഴിക്കാനായിട്ട് പൊറോട്ട, ഇടിയപ്പം, വെള്ളയപ്പം, അതുപോലെ ഒറട്ടി അവൈലബിൾ ആണ്. ഇലയിലാണ് കേട്ടോ ഇവിടെ ഫുഡൊക്കെ കഴിക്കുന്നത്. പിന്നെ അതുപോലെ മട്ടൻ്റെ 4 ഡിഷസും ഇപ്പോൾ അവൈലബിൾ ആണ്. മട്ടൺ റോസ്റ്റ് ഉണ്ട്, അതുപോലെ മട്ടൺ ഞള്ളി, അതിൻ്റെ ആ എല്ലുണ്ടല്ലോ, ബോൺ മാരോ കഴിക്കാനായിട്ടുള്ള ഇത്. പിന്നെ മട്ടൺ കറി അവൈലബിൾ ആണ്, അതുപോലെ മട്ടൺ ലിവർ. ഇപ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ മട്ടൺ ഫ്രൈ ആണ്. അപ്പം ഞാൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു പൊറോട്ടയും ഒരു വെള്ളയപ്പവും അതുപോലെ ഒരു ഒറട്ടിയും വാങ്ങാമെന്ന് വിചാരിച്ചു. അതുപോലെ ഇവരുടെ ഈ 4 കറിയും ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1946 സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ഒരു ഏകദേശം 79 വർഷം കഴിഞ്ഞു. ഈ കാലയളവിൽ പല തലമുറകൾ കടന്നു പോയി കഴിഞ്ഞു. എല്ലാ തലമുറയിലെ ആൾക്കാർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ എല്ലാ മട്ടൺ വിഭവങ്ങളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു രുചിക്കൂട്ടിന് യാതൊരു മാറ്റവും അവർ ഇതുവരെയായിട്ടും വരുത്തിയിട്ടില്ല. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന അതേ സ്വാദ് തന്നെയാണ് ഇവിടുത്തെ ഓരോ മട്ടൺ ഡിഷസ് കഴിക്കുമ്പോഴും എനിക്കിപ്പോഴും കിട്ടുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കൊച്ചണ്ണൻ സാഹിബ് എന്നറിയപ്പെടുന്ന ശ്രീ പീർ മുഹമ്മദ് തുടങ്ങി വെച്ച ഈ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കാലശേഷവും ഇത്രയും നല്ല രീതിയിൽ പോകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ 2 മക്കളായ ശ്രീ ഫിറോസ് ഖാനും അതുപോലെ ശ്രീ സഫീറും ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഹോട്ടലിന് ഇപ്പോഴും ആ ഒരു ഫാൻ ബേസ് അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമർ ബേസ് നഷ്ടപ്പെടാതെ അത് ഇപ്പോഴും നല്ല തിരക്കുള്ളൊരു റെസ്റ്റോറൻ്റായിട്ട് പോകുന്നത്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഓക്വേർഡ് ടൈമിൽ ഇവിടെ വന്നേക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഏതാണെങ്കിലും ഇത് മുകളിലത്തെ നില ഫാമിലിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. താഴത്തെ നിലയിൽ പക്ഷേ ഇപ്പോഴും നല്ല റഷുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് താഴെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ആവശ്യമായിട്ടുള്ള മട്ടൺ എല്ലാം ഇവിടെ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കുകയാണ്. അപ്പോൾ വളരെ ടെൻഡറായിട്ടുള്ള മീറ്റുള്ള ആ ഒരു മട്ടൺ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് എപ്പോഴും ലഭിക്കുന്നത്. അത് ഇവർ തന്നെ നോക്കി സെലക്ട് ചെയ്ത് ഇവിടെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ്. ഈ ഞള്ളി ഉണ്ടല്ലോ, ഇത് ഇവിടെ എപ്പോഴും നമുക്ക് ലഭിക്കുന്ന ഒരു ഐറ്റം അല്ല. കാര്യം ഇത് ഭയങ്കര ഡിമാൻഡാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഐറ്റമായിട്ട് തന്നെ ഇതിനെ പറയാനായിട്ട് സാധിക്കും. മറ്റ് ഡിഷസ് ഒന്നും മോശമൊന്നുമല്ല, എല്ലാം അടിപൊളി ഡിഷസാണ്. ഏറ്റവും ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത് ഇവരുടെ ആ ഒരു ലിവർ റോസ്റ്റും അതുപോലെ ഈ ഞള്ളിയുമാണ്. ഉച്ച സമയത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവരുടെ നെയ്ച്ചോർ അല്ലെങ്കിൽ ഇവരുടെ ബിരിയാണി ഉറപ്പായിട്ടും ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. അതിൻ്റെ കൂടെ ഇവരുടെ ഈ മട്ടൺ ഡിഷസും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക സ്വാദാണ്. അതും നല്ല ചൂടായിട്ടാണ് ഇവിടുത്തെ നെയ്ച്ചോറും അതുപോലെ ബിരിയാണിയൊക്കെ ഇവർ സെർവ് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്ത് ഇപ്പോൾ പേരുകേട്ട ഒരുപാട് മട്ടണിന് ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും ഈ കൊച്ചണ്ണൻ സാഹിബ്സ് റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, അതിനൊരു സിഗ്നേച്ചർ ആ ഒരു പേരും ആ ഒരു പെരുമയും എല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പണ്ട് മുതലേ വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോഴും വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്.
ഒരിക്കൽ നമ്മൾ വന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊരു അഡിക്റ്റായി മാറും. ഞാൻ എന്താണെങ്കിലും നല്ല രീതിയിൽ ഫുഡ് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്. അപ്പോൾ കൊച്ചണ്ണൻ സാഹിബ്സ് മട്ടൺ റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചകൾ എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങൾ ഏതായാലും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. ഞങ്ങളെന്നല്ല, മട്ടൺ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിയും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെയധികം എൻജോയ് ചെയ്ത് മനസ്സിന് വളരെയധികം തൃപ്തി വരുന്ന രീതിയിൽ തന്നെ ഫുഡ് കഴിച്ചിട്ട് വരാൻ സാധിക്കും. ആ രീതിയിലുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ, മട്ടണിൻ്റെ വിഭവങ്ങൾ അവിടെ ലഭിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമൻസും കൂടെ തരിക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. ഡൊമിനോ ദീപക്സ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡൊമിനോ ദീപക്സ് എന്നൊരു പേജ് ഉണ്ട്, അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.